ഇന്ന് രാവിലെ എണീറ്റ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്താണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച ഇന്ത്യ എന്ന് പറഞ്ഞ ന്യൂസ് ഒക്കെ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ആ 28 പേരുടെ ഇന്നസെന്റ് ആയിട്ടുള്ള അത്രയും ആളുകളുടെ ജീവൻ എടുത്തതിന് ശേഷം നമ്മൾ എല്ലാവരും നോക്കി നിൽക്കുന്നതാണ് എപ്പോഴാണ് ഇവർക്കുള്ള തക്കതായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഇവരുടെ ചോരക്ക് നമുക്ക് പകരം ചോദിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ 14 ദിവസമായിട്ട് എപ്പോഴാണ് ഇത് എന്നുള്ളത് ഒരു ചോദ്യം, ഒരു ഉത്കണ്ഠ നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവസാനം വിരാമമായിരിക്കുക എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 9 കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പേർക്ക് പകരം ആരാണോ അവരെ പറഞ്ഞയച്ചത്, ഏതാണോ ഈ ടെററിസ്റ്റുകളെ വളർത്തുന്ന യൂണിവേഴ്സിറ്റികളെ, അതിനെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു നടപടിയിലേക്കാണ് ഇന്ത്യ പോയേക്കുന്നത് എന്നുള്ളതാണ് തോന്നിയത്. അത് തന്നെ കുറെ അധികം സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാക് അധീന കാശ്മീരാണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. അതായത് നമ്മുടെ തന്നെ മണ്ണാണ് അവർ അധീനപ്പെടുത്തി വെച്ചേക്കുന്നത്, നമ്മുടെ തന്നെ മണ്ണിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിൽ, അതായത് 47 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആ അതിർത്തിയിലുള്ള മണ്ണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര പ്രിസൈസ് ആയിട്ടാണ്, എത്ര കാൽക്കുലേഷനോട് കൂടിയാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടികൾ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര പ്രിസിഷൻ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു അറ്റാക്ക് ഇതിന്റെ ന്യൂസസ് ഒക്കെ നമ്മൾ കണ്ട സമയത്ത് സിവിലിയൻ കാഷ്വാലിറ്റീസിനെ കുറിച്ചൊന്നും നമ്മൾ എവിടെയും കാണുകയും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആണെന്നുള്ളതും കൂടെ അതിലൂടെ തെളിയിക്കുന്നു എന്നുള്ളതാണ്.